മൻമോഹൻ സിംഗ് കണ്ടുപിടിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശശി തരൂർ വരുന്നത്. ശശി തരൂർ വന്ന് ആദ്യത്തെ ഇലക്ഷൻ തന്നെ ജയിക്കുകയും തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മുടെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കാമിൽ ചെന്ന് പെടുകയും അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടിയും വന്നു. ആ 10 വർഷം നീണ്ട മുന്നണി ഭരണത്തിൽ ഇദ്ദേഹത്തെ പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതായത് UN അണ്ടർ സെക്രട്ടറി ജനറലായിട്ടിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ജോലിയില്ലാതെ ഒരു മണ്ഡലത്തിൻ്റെ MPയുടെ ജോലി മാത്രം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായിട്ട് മുറുമുറുത്തില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലോട്ട് പോയില്ല, സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയില്ല. ആകെ അദ്ദേഹം ചെയ്തത് ഒരു ജിഞ്ചർ 23 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇദ്ദേഹം കൂടെ ചേർന്ന് കോൺഗ്രസിനെ നന്നാക്കണമെന്ന് പറഞ്ഞു. അവരൊക്കെ വിട്ടുപോയിട്ടും അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും 10% കൂടുതൽ വോട്ട് നേടുകയും ചെയ്തു. അത് ഇന്ദിരാ കുടുംബത്തിനോട് മത്സരിച്ചിട്ടാണ് 10% വോട്ട് നേടിയത്. അദ്ദേഹം ഇപ്പോൾ ഇടതു മുന്നണിയിലേക്ക് പോകുന്നുവെന്ന്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് അതിനെ പറ്റിയിട്ട് പറയണം? ഇപ്പോൾ അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം അത് പക്ഷേ ഇപ്പോൾ ശശി തരൂർ ദുബായിൽ വെച്ച് ഒരു വ്യവസായിയുമായി ചർച്ച നടത്തിയെന്നും അത് CPM സംസ്ഥാന ഘടകത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും CPMലേക്ക് തരൂർ പോകുന്നു, കാരണം കോൺഗ്രസിൽ തരൂർ അസ്വസ്ഥനാണ് എന്നുള്ളൊരു കഥ ഇറക്കിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും CPMൻ്റെ ഇടത് PR തന്ത്രം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, മുമ്പൊരിക്കൽ ഈ കേരളത്തിൻ്റെ വികസനത്തെ പറ്റിയിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, കേരള സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് 1 അല്ല 2 അല്ല പലതവണ എഴുതി. ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിജയമായിരുന്നു. അത് എന്തുകൊണ്ട് താൻ ആ ഓപ്പറേഷൻ സിന്ദൂറിലെ ന്യായീകരണ സംഘത്തിൻ്റെ ഭാഗമായി എന്നും വരെ തരൂരുടെ വ്യക്തമായി. കാരണം പല കാര്യങ്ങളിലും നരേന്ദ്രമോദിയെ നമ്മൾ പിന്തുണയ്ക്കണം, അദ്ദേഹത്തിനെ പോലെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ശശി തരൂർ. കാരണം രാജ്യത്തിന് ഇന്നത്തെ CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ, പ്രശ്നാധിഷ്ഠിത പിന്തുണയും തത്വാധിഷ്ഠിത പിന്തുണ. അതിൽ തരൂരിന്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിത, ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്. അപ്പോൾ തരൂർ അതിൽ പിടിച്ച് തൂങ്ങിയില്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനായി എന്തൊക്കെ ചെയ്യുന്നുള്ളൊരു പ്രേമചന്ദ്രനുമായിട്ടിരുന്ന് ചായ കുടിച്ചത് പോലും ഇവിടെ കേരളത്തിൽ വലിയ വാർത്തയായി പോയായിരുന്നു. അതെ, പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി പാർലമെന്റിലെ ക്യാൻറ്റീനിലേക്ക് ഒരു യുവ MP അടക്കമുള്ള ഒരു 7 പേരെ വിളിച്ച് ചായ കുടിക്കുന്നു. അപ്പോൾ അതുവരെ വളരെ വിഷയമാക്കിയ രാഷ്ട്രീയ പാരമ്പര്യം കേരളത്തിലുള്ളൂ. പക്ഷേ തരൂർ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പോലും അതിശയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ശശി തരൂർ എന്തായാലും CPMലേക്ക് പോകില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം എല്ലാവരും ചോദിക്കുന്നത് മുങ്ങുന്ന ക്യാപ്റ്റൻ്റെ കപ്പലിലേക്ക് എന്തിനാണ് ഒരു യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതെന്നാണ്. അത് ശരിയാണ്. തരൂർ എന്തായാലും അത്തരമൊരു മഴത്തരം കാണിക്കില്ല. കാരണം തിരുവനന്തപുരത്ത് ഇനി നിന്നാൽ തരൂർ ജയിക്കും. അടുത്ത തവണ തരൂരിന് സീറ്റ് കൊടുക്കുമോ ഇല്ലയോ, കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. കാരണം അവർ കൊടുക്കില്ലെന്ന് ഉറപ്പായി. കാരണം മല്ലികാർജുൻ ഖാർഗെ എന്ന AICCയുടെ സോണിയ കുടുംബത്തിൻ്റെ ഔദ്യോഗികമായ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. മത്സരിക്കാൻ ധൈര്യം കാണിച്ചു തരൂർ. ഇപ്പോൾ തരൂരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലേക്ക് വരിക, നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന ഒരു നിർദ്ദേശം, ഒരു ഓപ്ഷനാണ് തരൂരിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ തരൂർ അത് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും തരൂർ പറയുന്നത് താൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം തരൂർ AICC അംഗമാണ്. തരൂരിനെ അവിടെ നിന്നും രമേശ് ചെന്നിത്തല ഒതുക്കിയതുപോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒതുക്കാൻ ഒരു ശ്രമം നടക്കുന്ന സൂചനയുണ്ട്. അപ്പോൾ തരൂർ എന്തായാലും BJPയിൽ പോയാലോ, കാരണം കേരള BJPയിലല്ല, നമ്മുടെ അനിൽ മറ്റോ പോയതുപോലെ കേരള BJPയിലേക്കല്ല തരൂർ പോകുന്നത്. തരൂർ BJPയിൽ ചേരുകയാണെങ്കിൽ ദേശീയ BJPയിലാകും ചേരുക. കാരണം തരൂരിൻ്റെ വേര് അവിടെയാണ്. തരൂരിൻ്റെ വില മനസ്സിലാക്കിയത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ ഒരു ലോക രാജ്യത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിട്ട ആ രാജ്യത്തിൻ്റെ ആ സംഘത്തലവനായി, ഇന്ത്യയുടെ സംഘത്തിൻ്റെ തലവനായി തരൂരിനെ വിട്ടു. തരൂർ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ അന്താരാഷ്ട്ര കാര്യങ്ങൾക്കായുള്ള പാർലമെൻ്ററി സമിതിയുടെ ചെയർമാൻ കൂടിയാണ് തരൂർ. അപ്പോൾ തരൂരിന് ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് UN ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന തരൂരിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അവഗാഹമുണ്ട്. പിന്നെ പ്രായമായി പലതവണയായി മത്സരിക്കുന്നു. അപ്പോൾ ഇനിയൊന്ന് മത്സരത്തിൽ നിന്ന് ഒഴിവായാലും പകരം ശബരിനാഥിനെ കണ്ടുവച്ചിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ ശശി തരൂരിന് വ്യക്തമായി ശബരിനാഥനാണ് അടുത്ത
തൻ്റെ പിൻഗാമി. അപ്പോൾ സന്തോഷത്തോടെ മാറിക്കൊടുക്കാം, ഒന്നുകിൽ BJP-യിലേക്ക് അല്ലെങ്കിൽ മരണം വരെ കോൺഗ്രസിലേക്ക്. എന്തായാലും CPM-ലേക്ക് തരൂർ പോകുമെന്ന് ആ ഒരു വാദത്തോടോ ആ ഒരു അലുവ കഷ്ണത്തോടോ യാതൊരു പ്രതിപത്തിയും തരൂർ പോലും കാണിക്കില്ലെന്നാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയം. ചരിത്രം ആവർത്തിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ്സിൽ പിളർപ്പുകളുണ്ടായിട്ട് ഈ ചില വ്യക്തികൾ ആ ഓർഗനൈസേഷനേക്കാളും വളർന്ന ചില അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാതെയും പ്രതിപക്ഷത്ത് പോകാൻ പറ്റാതെയും വരുമ്പോഴത്തേക്ക് അവർ വിഘടിച്ച് സ്വന്തമായ പാർട്ടികൾ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യം കോൺഗ്രസിനകത്തുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ TMC എന്ന് പറയുന്ന 2 TMC ഉണ്ടായിരുന്നു. ഒന്ന് തമിഴ് മാനില കോൺഗ്രസ് എന്നും പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ GK വാസൻ മൂപ്പനാരും, അവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസ് നേതൃത്വമായിട്ട് ശണ്ട കൂടിയിട്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഈ തരൂരിൻ്റെ സുഹൃത്ത് തന്നെ ആയിരുന്ന സഹപ്രവർത്തകനായിരുന്ന ഗുലാം നബി ആസാദ് കോൺഗ്രസ് എന്നും പറഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ട് കാശ്മീരിലും പോയിട്ടുണ്ട്. അപ്പം ഈ കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹവും എന്നാൽ വികസനത്തോടുള്ള താല്പര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി ആ ഒരു ഇടം രൂപീകരിക്കാനുള്ള ശക്തി ശശി തരൂർ ഉണ്ടാവുമെന്ന് കണക്കാക്കുന്നുണ്ടോ താങ്കൾ? ഇല്ലില്ല. കാരണം ശശി തരൂർ അത്തരം ഒരു പീസ് മൈൻഡഡ് വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വലിയ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ ഒന്നുമില്ല. വളരെ കാര്യം പറഞ്ഞ് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രസംഗം, വളരെ വ്യക്തമായി ചില ഇംഗ്ലീഷ് വാക്കുകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം വിശദീകരിച്ചു തരും. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ കണ്ടുപിടുത്തണ വാക്കെന്നൊക്കെ തരൂർ പറഞ്ഞു തരും. അങ്ങനെ വളരെ മനസമാധാനത്തോടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോകുന്നു. ആദ്യം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല, കെട്ടിയിറക്കിയതാണ്. പക്ഷേ കെട്ടിയിറക്കിയത് ഒരു സ്വർണ്ണക്കട്ടയാണ് കോൺഗ്രസ് കേരളത്തിലേക്ക് കെട്ടിയിറക്കിയത്. പക്ഷെ ഒരു രീതിയിൽ അവരത് ഉപയോഗിച്ചിട്ടില്ല. അതെ, അവർക്കതിൻ്റെ വില മനസ്സിലായില്ല. പത്തരമാറ്റ് തങ്കം സോപ്പ് കട്ട പോലെ സോപ്പ് പെട്ടിക്കുള്ളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ. തരൂർ എന്താണെന്നോ തരൂരിനെ എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്നോ തരൂർ വിഷപോരൻ എന്ന പേരുള്ള തരൂർ കോൺഗ്രസിൻ്റെ മുഖമായി നിന്നാൽ അത് കോൺഗ്രസിനെ എത്ര ഇരട്ടി കരുത്തരാക്കുമെന്നുള്ള ധാരണ അവർക്കില്ലാതെ പോയി. അല്ല, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. ശ്രീ PK വാസുദേവൻ സാറിനെ പോലുള്ള ആൾക്കാർ വന്നപ്പോൾ പോലും, അതായത് വ്യക്തികളുടെ മെരിറ്റ് നോക്കിയിട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ വോട്ട് പലപ്പോഴും പോയിട്ടുള്ളത്. അതെ, രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് വ്യക്തികളുടെ മെരിറ്റ് നോക്കുമ്പോഴത്തേക്ക് നേരത്തെ തന്നെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചപ്പോഴത്തേക്ക് തന്നെ ശ്രീ കരുണാകരൻ്റെ ഒരു നോമിനിയായിട്ട് ഒരു പ്രോക്സി ആയിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടി വന്നു. ശ്രീ കരുണാകരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സീറ്റായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോഴത്തേക്ക് അവിടെയും അദ്ദേഹം ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് വീണ്ടും ജയിച്ചുകൊണ്ട് വരുന്നത്. ഇനിയും ചിലപ്പോൾ നിന്നാൽ ചിലപ്പോൾ അദ്ദേഹം തന്നെ ജയിക്കുമെന്നൊരു തരൂർ മതി എന്നുള്ള, അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും തിരുവനന്തപുരത്ത് ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു MP എന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനത്തെ ഒരാളായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് വോട്ടർമാർക്കുള്ളത് കൊണ്ട് മാത്രമാണ് ശശി തരൂർ ജയിച്ചു വന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു മേന്മ കൊണ്ടൊന്നുമല്ല തിരുവനന്തപുരത്ത് അദ്ദേഹം പലതവണയായിട്ട് ജയിച്ചു വരുന്നത്. കോൺഗ്രസ് ശശി തരൂരിനെ നഷ്ടപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് കോൺഗ്രസിനുള്ള ഒരു വലിയ താക്കീതായിരിക്കും. ശശി തരൂരിനെ കൂടെ കൊണ്ടുപോകുന്നെങ്കിൽ അതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടുമായിരിക്കും. എന്തായാലും ചില കാര്യങ്ങൾ കല്ലും നെല്ലും ഒക്കെ എന്തായാലും ഈ അസംബ്ലി ഇലക്ഷനിൽ തിരിയും എന്നുള്ള കാര്യമാണ്.